ഹായ് ഓൾ, വെൽക്കം ടു നഴ്സിംഗ് ലെക്ചറേഴ്സ്. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സബ് ഇൻവല്യൂഷൻ ആണ്. അപ്പം ഒ ബി ജിയിലെ ആൻസർ ബ്രീഫിലി അല്ലെ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞായിരിക്കും യൂഷ്വലി ഇത് കാണാൻ പറ്റുന്നത്. എസ് എ ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ കണ്ടീഷൻ നമ്മൾ കൂടുതലും ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ ടൈമിലും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന് സമയത്തുമായിരിക്കും ഈ കണ്ടീഷനും നമ്മൾ പോസ്റ്റ് നേറ്റൽ എക്സാമിനേഷൻ സമയത്തായിരിക്കും ഈ കണ്ടീഷൻ്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് സബ് ഇൻവല്യൂഷനുള്ള ഒരു പേഷ്യൻ്റാണ്. നമ്മുടെ പ്രാക്ടിക്കലിന് നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാം നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഡോക്ടറോടോ അല്ല നമ്മുടെ എക്സാമിനറോട് പറയുകയാണെങ്കിൽ. അപ്പം എന്താണ് സബ് ഇൻവല്യൂഷൻ നമുക്ക് നോക്കാം. സബ് ഇൻവല്യൂഷൻ ഡെഫിനിഷൻ. Sub involution refers to delay or failure in the uterus returning to its pre-pregnancy size and condition following childbirth. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചൈൽഡ് ബർത്തിന് ശേഷം ഡെലിവറിക്ക് ശേഷം നമ്മുടെ യൂട്രസ് അതിൻ്റെ തിരിച്ച് പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേജിലോട്ടും സൈസിലോട്ടും തിരിച്ച് എത്താൻ താമസിക്കുകയോ അല്ലെങ്കിൽ അത് നടക്കാതിരിക്കുന്ന ആ കണ്ടീഷൻ പറയുന്നതാണ് സബ് ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി പ്രഗ്നൻസി കഴിഞ്ഞിപ്പോൾ 1 to 2 വീക്കിനുള്ളിൽ നോർമൽ പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റ് വരേണ്ടതാണ്. അങ്ങനെ വരുന്ന പ്രോസസ്സാണ് നമ്മൾ ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിലേ ഉണ്ട് അല്ലെങ്കിൽ ഫെയിലിയറാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ കോസസ് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻലി പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സും അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സും അല്ല അഗ്രിവേറ്റിംഗ് കോസസ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. എന്താണ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്? ഗ്രാൻഡ് മൾട്ടി പാരിറ്റി. ആ പ്രഗ്നൻ്റ് ആയ അല്ല വുമണിന് പ്രീവിയസ് ആയിട്ട് മെനി പ്രഗ്നൻസീസ് ഉണ്ടെങ്കിൽ അപ്പം G3 അല്ല G4 അല്ല G3 P3 G4 P4 അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ, ദെൻ ട്വിൻസ് ആണെങ്കിൽ അല്ലെ ട്രിപ്ലെറ്റ്സ് ആണെങ്കിൽ, ദെൻ ഹൈഡ്രോമിനോസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എക്സസ് ആയിട്ട് വരുന്ന കണ്ടീഷൻ. ഇതിലൊക്കെ എന്തായിരിക്കും യൂട്രസിൻ്റെ എൻലാർജ്മെൻറ്റ് എക്സസീവ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേജിലോട്ട് വരാനുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിലേ ആവാനുള്ള കാരണമുണ്ട്. മറ്റാണെങ്കിൽ ഹെൽത്ത് പുവർ ആണെങ്കിൽ, പിന്നെ CS വഴിയാണ് ഡെലിവറി നടത്തിയെങ്കിൽ, എന്തെങ്കിലും യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ, യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിലൊക്കെ എന്താണ് ഇതിൻ്റെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ഈ അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെലിവറിക്ക് ശേഷം അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും പ്ലാസൻ്റെയോ ഫീറ്റൽ ടിഷ്യൂയോ യൂട്രസിൽ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഈ നമ്മുടെ സബ് ഇൻവല്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂട്രസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എൻഡോമെട്രൈറ്റിസ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ ഈ സബ് ഇൻവല്യൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി എന്താണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ? നമ്മൾ സിംറ്റംസും സയൻസെന്നും പറഞ്ഞാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. സിംറ്റംസ് യൂഷ്വലി പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, സയൻസ് ആ എക്സാമിനറോ അല്ലെ ഡോക്ടർക്കോ എക്സാമിൻ ചെയ്യുന്ന ആർക്കാണോ അവർക്ക് മനസ്സിലാവുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം സിംറ്റംസ് എന്താണെന്ന് നോക്കാം. യൂഷ്വലി എന്തായിരിക്കും? ഹെവി അല്ലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലോക്കൽ ഡിസ്ചാർജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് കാണും. ഇപ്പം നമ്മൾ റീറ്റൈൻഡ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടായിരിക്കും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ ഇൻഫെക്ഷൻസും ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഫീവറായിട്ട് നമുക്കത് കാണാം, പേഷ്യൻ്റ് അനുഭവപ്പെടാം, ഹെവി ഫീവറൊക്കെ കാണാം. ഈ സയൻസ് നോക്കുവാണെങ്കിൽ ദ യൂട്രൈൻ റിമെയിൻസ് ലാർജർ ആൻഡ് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ഫോർ ദ സ്റ്റേജ് ഓഫ് പോസ്റ്റ്മോർട്ടം പീരീഡ്. യൂട്രൈനിൻ്റെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് അല്ലെ മെഷർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ആ പോസ്റ്റ്മോർട്ടം പീരീഡിനേക്കാളും ഹയർ ആയിട്ടായിരിക്കും യൂട്രൈൻ സൈസ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറയാം. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ഡേ 3 ആണെന്ന് വെച്ചോ. അപ്പം യൂഷ്വലി നോർമലി ആ ലേഡിക്ക്, ആ പ്രഗ്നൻ്റ് ആയ അല്ല ഡെലിവറി നടന്ന ലേഡിക്ക് ഇപ്പം സബ് ഇൻവല്യൂഷൻ ഇല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡേ 3 വരേണ്ട ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. പക്ഷേ സബ് ഇൻവല്യൂഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ മെഷർ എടുക്കുമ്പോൾ അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 14.5 സെൻറ്റിമീറ്ററോ അല്ലെ 15 സെൻറ്റിമീറ്റർ അല്ലെ 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം 13 വരേണ്ടടുത്ത് അല്ലെ 12 വരേണ്ടടുത്ത് അവർക്ക് എന്തായിരിക്കും? 14 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും വരുന്നത്. അതെന്താണ്? സബ് ഇൻവല്യൂഷൻ എന്ന് വെച്ചാൽ റിട്ടേൺ ആയി ബാക്കായി പോകുന്നില്ല, ഡിലേ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദെൻ ഇറ്റ് മേ ഫീൽ സോഫ്റ്റ് ഓർ ബോഗി അപ്പോൺ പാൽപേഷൻ. നമ്മൾ അബ്ഡോമിനൽ എക്സാമിനേഷൻ പാൽപ്പീറ്റ് ചെയ്യുമ്പം യൂട്രസ് എന്തായിരിക്കും? അതുപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് സോഫ്റ്റ് അല്ലെ ബോഗി എന്ന രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പഞ്ഞി പോലെ അങ്ങനെ നമുക്കൊരു ബോഗി ടൈപ്പ് പാൽപ്പേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ്നേറ്റൽ എക്സാമിനേഷൻ്റെ സമയത്ത്, ഇപ്പം നമ്മുടെ പ്രാക്ടിക്കൽ സമയത്ത് പോസ്റ്റ്നേറ്റൽ എക്സാമിനേഷൻ സമയത്ത് നമുക്ക് സബ് ഇൻവല്യൂഷനുള്ള ഒരു പേഷ്യൻറ്റിനെ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ സബ് ഇൻവല്യൂഷൻ ഒന്നും കാണത്തില്ല. പക്ഷേ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ എക്സാമിനർക്ക് ആ അബ്ഡോമൻ കാണുമ്പോഴേ മനസ്സിലാവും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെ സബ് ഇൻവല്യൂഷൻ ഉണ്ട് ആ പേഷ്യൻറ്റ്. പക്ഷേ നമ്മൾക്ക് ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ എക്സാമിൻ ചെയ്തത് നോ പാൽപ്പേഷനൊക്കെ കൃത്യമാണ്, ഓൺ പാൽപ്പേഷൻ വി ഫൈൻഡ് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ അവർക്ക് കാണുമ്പോഴേ മനസ്സിലാവും യൂട്രസ് സോഫ്റ്റ് ആണ് അല്ലെ, കാരണം അവർ എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് ഇതൊക്കെ മനസ്സിരുന്നാലേ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ദെൻ സയൻസ് റിലേറ്റഡ് ടു അണ്ടർലൈൻ കോസസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ ഫൈബ്രോയിഡ്സ് കൊണ്ടോ നമ്മൾ കാണുന്ന സയൻസ്. ദെൻ മാനേജ്മെൻറ്റ്, ഇൻവല്യൂഷൻ ഫോക്കസ് എന്താണ് കോഴ്സ് അതാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പം യൂട്രൈൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് തെറാപ്പി ആയിരിക്കും കൊടുക്കുന്നത്. ഇനി പ്ലാസൻ്റെയോ ഫീറ്റൽ മെംബ്രെയിൻസോ എന്തെങ്കിലും ടിഷ്യൂസോ നമ്മുടെ യൂട്രസിനകത്ത് മിച്ചമുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും സർജിക്കൽ റിമൂവൽ ആയിരിക്കും ചെയ്യുന്നത്. സർജറി വെച്ച് അത് റിമൂവ് ആ പ്ലാസിൻ്റെ മെംബ്രെയിൻസൊക്കെ പുറത്തെടുക്കുന്നു. ദെൻ യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ കോഴ്സിനകത്ത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെസരി ഇടുന്നു. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂട്രോട്ടോണിക് ഏജൻറ്റ്സ് ലൈക്ക് എർഗോമെട്രിൻ ടു സ്റ്റിമുലേറ്റ് യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് റെഡ്യൂസിങ് ബ്ലഡ് ഫ്ലോ ടു എയ്ഡ് ഇൻവല്യൂഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യാനും, അതുപോലെ നമ്മൾ എക്സസീവ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടെന്ന് ആ ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയും നമ്മൾ എർഗോമെട്രിൻ അഡ്മിനിസ്റ്റർ ചെയ്യും. സോ ഇതാണ് സബ് ഇൻവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ടോപ്പിക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്